എല്ലാവർക്കും നമസ്കാരം. LB അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ NIOS 2025 ഏപ്രിൽ ബാച്ചിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളുടെ പബ്ലിക് തിയറി പരീക്ഷ ഇങ്ങ് അടുക്കാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എക്സാമുകൾ വരാനായിട്ട് പോകുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും നിങ്ങൾക്ക് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. കാരണം നമുക്കറിയാം പബ്ലിക് തിയറി പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് അടുപ്പിച്ചാണ് എക്സാമുകൾ വരുന്നത്. ഒരു ഗ്യാപ്പോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയെങ്കിൽ മാത്രമേ നല്ലൊരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യമൊക്കെ ഓർമ്മയിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ എനിക്ക് തോന്നുന്നു ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് പേടിച്ചിട്ട് എക്സാം അടുത്ത പ്രാവശ്യത്തേക്ക് മാറ്റി പോകുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്തേക്കല്ല. നിങ്ങൾ എക്സാം ഫീസ് അടച്ചിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ, അതായത് ഈ ഒരു ബാച്ചിൽ നിങ്ങൾ എക്സാം ഫീസ് അടച്ചിട്ട് എക്സാം എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്യാപ്പിൻ്റെ കാര്യമൊന്നും നോക്കാൻ പോവണ്ട. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബാച്ചിൽ തന്നെ പരീക്ഷ എഴുതി വിജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മുമ്പോട്ട് പോകും തോറും നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ ഇയർ മുമ്പോട്ട് പോകുന്നു അല്ലേ. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊന്നും നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ബാച്ചിൽ രജിസ്ട്രേഷൻ ചെയ്ത് ഈ ബാച്ചിൽ തന്നെ എക്സാം എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ഏപ്രിൽ തന്നെ പരീക്ഷ എഴുതി മുമ്പോട്ട് പോകുക. അടുത്ത ബാച്ചിലേക്ക് മാറ്റി വയ്ക്കേണ്ട ആവശ്യകത ഇല്ല എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ നല്ല രീതിയിലൊക്കെ പഠിച്ച് നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബാച്ചിൽ തന്നെ പാസ്സാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ NIOS +2 2024 ഒക്ടോബർ മാസത്തിൽ നടന്ന പരീക്ഷയുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പം അതിന് മുമ്പ് തന്നെ പൊളിറ്റിക്കൽ സയൻസും ഇംഗ്ലീഷും ഇതൊക്കെ നമ്മുടെ 2024 ഒക്ടോബർ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിശകലനം ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. നമ്മുടെ ടീച്ചേഴ്സിനെ കൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ വിശകലനം ചെയ്യിപ്പിച്ച് ക്വസ്റ്റ്യനും ആൻസറും എന്നുള്ള രീതിയിൽ LBയിലെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നമ്മുടെ ചാനലിലൂടെ നമ്മളത് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2026 ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷനാണ് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്നത്. താല്പര്യമുള്ള ആളുകൾ SSLC +2 ഒക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് NIOSൻ്റെ കീഴിൽ തന്നെ ഈ ഒരു SSLC +2 ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് LB അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് നിങ്ങൾക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് തന്നെ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് NIOS SSLC ആയിക്കോട്ടെ, +2 കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, സയൻസ് ഈ 3 ഗ്രൂപ്പ് എടുത്ത് ആരെങ്കിലുമൊക്കെ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കേണ്ടതാണ് കേട്ടോ. അപ്പം നമ്മുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിക്കേ. മലയാളം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമുക്ക് എക്സാമിന് അനുവദിച്ചിട്ടുള്ള സമയം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ് അല്ലേ. അപ്പോൾ ആ 3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പരീക്ഷ എഴുതി കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 100 മാർക്കിലാണ് നമുക്ക് എക്സാം വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് MCQ ടൈപ്പാണ്. ഒരു ചോദ്യം ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും, ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഉണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ട്രൂ ഓർ ഫോൾസ്, മാച്ച് ദി ഫോളോയിങ്, അതുപോലെ തന്നെ ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പിലാണ് വരുന്നത്. പിന്നെ ഷോർട്ട് ടൈപ്പ് ആൻസർ വരുന്നുണ്ട്, വെരി ഷോർട്ട് വരുന്നുണ്ട്, essay ടൈപ്പ്. ഇങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ മലയാളം ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 ചോദ്യങ്ങളാണ്. ഓക്കെ, 20 MCQ ടൈപ്പ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത പാർട്ട് 2ൽ നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് നോക്കുന്നതായിരിക്കും. അങ്ങനെ ഓരോ സെഷനായിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നോക്കിക്കേ, നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്ന 20 ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ MCQ ടൈപ്പ് ചോദ്യമാണ് കേട്ടോ. അപ്പം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കൂൾ ഓഫ് ടൈം ആണ് കേട്ടോ. ഒരു കൂൾ ഓഫ് ടൈം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യകത ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാ ചോദ്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിച്ച് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നൊക്കെയുള്ള ഒന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു സമയമാണ് കേട്ടോ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഈ 20 ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി ക്വസ്റ്റ്യൻ വായിച്ച് അർത്ഥം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ആൻസർ എഴുതി തുടങ്ങാവുള്ളൂ. അതായത് ആദ്യത്തെ ഇത് കാണുന്നത് തന്നെ നിങ്ങൾ ആൻസർ എഴുതി വെച്ചേക്കില്ല. ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുക, എന്നിട്ട് ആൻസർ എഴുതുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മലയാളത്തിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ടൈം കിട്ടാതെ വരിക എന്നുള്ളൊരു പ്രശ്നം വരുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ആൻസർ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷേ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിച്ച് നോക്കിയതിന് ശേഷം
ശേഷം മാത്രമേ ആൻസർ എഴുതാനായിട്ട് പോകാവുള്ളൂ കേട്ടോ. പിന്നെ ഈ MCQ ടൈപ്പ് ചോദ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ആൻസർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു മാർക്ക് അവിടെ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയതിന് ശേഷം ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. റാനഡെ ആർക്കാണ് നേരിയത് സമ്മാനിച്ചത്? ആർക്കാണ്? നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഗോപാലകൃഷ്ണ ഗോഖലെക്കാണ് അല്ലേ. ഗോപാലകൃഷ്ണ ഗോഖലെക്കാണ് റാനഡെ നേരിയത് സമ്മാനിച്ചത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യമാണ്, പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. കുഞ്ചൻ നമ്പ്യാരാണ് ഉപാഖ്യാനം എന്ന കൃതിയുടെ കർത്താവ് അല്ലേ. പഞ്ചേന്ദ്രോപാഖ്യാനം പറയുന്നതുള്ളൽ എന്നൊക്കെ നിങ്ങൾ കേട്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മുടെ കാലനില്ലാത്ത കാലം എന്ന് പറയുന്ന കവിത. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ പഞ്ചേന്ദ്രോപാഖ്യാനം എന്ന കൃതിയുടെ കർത്താവ് കുഞ്ചൻ നമ്പ്യാരാണ്. ഇനി അടുത്തത്, ആ വൃക്ഷം എത്ര വലുതായിരിക്കണം അല്ലേ? ഏത് വൃക്ഷത്തെക്കുറിച്ചാണ് ഈ പരാമർശം? ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, ഷജറത്തുൽ മുൻതാഹ അല്ലേ. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യന്, അയൽപ്പക്ക സ്നേഹം ഏതിൻ്റെ തുടക്കം എന്നാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ഡി ആണ് അല്ലേ, ഈശ്വര സ്നേഹത്തിൻ്റെ തുടക്കം എന്നുള്ള രീതിയിലാണ് അയൽപ്പക്ക സ്നേഹത്തെ ലേഖകൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈശ്വര സ്നേഹം എന്നുള്ളതാണ് ശരിയായ ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യന്, വിട്ടയക്കുക എന്ന കവിതയിൽ അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടാൻ സമയമായി എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗമേത്? ഏതാണ്? അടിമത്തത്തിൽ നിന്ന് മോചനം കിട്ടാൻ സമയമായി എന്ന് സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് സുപ്രഭാതം അടുത്തു എന്ന് പറയുന്നത് അല്ലേ. ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊന്നത് എന്ത് കുറ്റം ആരോപിച്ചാണ്? ഏത് കുറ്റം ആരോപിച്ചാണ് സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊന്നത്? ഏതാണ്? ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, രാജ്യദ്രോഹ കുറ്റമാണോ ദൈവദ്രോഹ കുറ്റമാണോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ്? ദൈവദ്രോഹ കുറ്റം ആരോപിച്ചാണ് സോക്രട്ടീസിനെ വിഷം കൊടുത്ത് കൊന്നത്. അപ്പം തെറ്റിപ്പോയേക്കല്ല, ദൈവദ്രോഹ കുറ്റമാണ് കേട്ടോ, രാജ്യദ്രോഹമല്ല, ദൈവദ്രോഹ കുറ്റം. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഇന്നു ഞാൻ നാളെ നീ എന്ന കവിത നൽകുന്ന ആശയതലം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇന്നു ഞാൻ നാളെ നീ എന്ന് പറയുന്ന കവിത എന്താണ് നൽകുന്നത്? ജീവിതത്തിൽ മരണം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അല്ലേ, അതാണ് തരുന്നത്. അടുത്തത്, എന്തു വന്നാലും കിണർ മൂടുകയില്ലെന്ന് ഉതുപ്പാൻ നിശ്ചയിച്ചത് എന്തുകൊണ്ടാണ്? കിണർ അയാളുടെ ജീവിത സർവസ്വമായതുകൊണ്ട് അല്ലേ, അതുകൊണ്ടാണ് അദ്ദേഹം കിണർ മൂടില്ലെന്ന് തീരുമാനിച്ചത്. ഇനി അടുത്തത്, ഇത് അങ്ങനെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നോക്കിക്കേ, പുനരധീന് അല്ലേ, പുനരധീന് എന്ന് പറയുന്നതിന് പിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ എഴുതുന്നത്? അപ്പോൾ നിങ്ങൾ എഴുതി വെക്കും പുന പ്ലസ് രതിനെന്ന് എഴുതി വെക്കും അല്ലേ, അല്ലെങ്കിൽ ചിലർ എഴുതും പുന പ്ലസ് അതിനെന്ന് എഴുതി വെക്കും. ഇത് രണ്ടും തെറ്റാണ്. കറക്റ്റ് ആൻസർ ഏതാണ്? പുന, അത് കഴിഞ്ഞിട്ട് രണ്ട് കുത്തൊക്കെ ഇട്ട് പ്ലസ് അതിന്. ഇതങ്ങനെ തന്നെ ക്വസ്റ്റ്യന് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പുനരധിന എന്ന് പറയുന്നത് പിരിച്ചെഴുതുക. അപ്പോൾ ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. സോ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നില്ല, ടെക്സ്റ്റ് ബുക്കിലുള്ള സാധനം തന്നെയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുനരധിന എന്നുള്ളത് പിരിച്ചെഴുതുമ്പം ഈ രീതിയിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് വായിച്ച് നോക്കിക്കോളുക കേട്ടോ. ഇനി 10ാമത്തെ ചോദ്യമാണ്, സുഖദുഃഖങ്ങൾ ഒരു മനസ്സോടെ പങ്കിട്ട് അനുഭവിക്കുന്ന ഗ്രാമത്തിൻ്റെ സ്നേഹാദരങ്ങൾ കഥയിൽ ഉടനീളം കാണാം. ഏത് കഥയിലാണ് ഗ്രാമത്തിനെ കുറിച്ചൊക്കെ പറയുന്നത്? കടൽ തീരത്ത് അല്ലേ, കടൽ തീരത്ത് എന്നുള്ളതാണ് ശരി ആൻസർ. തൻ്റെ ആത്മാഭിമാനത്തിലേക്ക് പടം നയിക്കുന്നത് ശ്രീ ഭഗവതി എന്ന കഥയിലെ ഭർത്താവ് എന്ന കഥാപാത്രം സഹിച്ചത് എന്തുകൊണ്ടാണ്? ഏതായാലും ഭാര്യയുടെ അജ്ഞത ഓർത്താണ് അല്ലേ, ഭാര്യയുടെ അജ്ഞത ഓർത്താണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ. കടങ്കഥയുടെ താവഴിയിൽ പിറന്ന കവി ആര്? കടങ്കഥയുടെ താവഴിയിൽ പിറന്ന കവിയാണ് കുഞ്ഞുണ്ണി അല്ലേ. കുഞ്ഞുണ്ണി മാഷാണ് കടങ്കഥയുടെ താവഴിയിൽ പിറന്ന കവി എന്നറിയപ്പെടുന്നത്. നാടുവാഴിക്ക് കപ്പവും ചുങ്കവും നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? കാനനില്ലാതായതോടുകൂടിയാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. ഇനി അപ്പൻ മൗനവ്രതവും സത്യാഗ്രഹവും തുടങ്ങാൻ കാരണമെന്ത്? എന്തുകൊണ്ടാണ് അപ്പൻ മൗനവ്രതവും സത്യാഗ്രഹവും എടുത്തത്? നാടക ക്യാമ്പ് മക്കൾ ചേർന്ന് പിരിച്ചു വിട്ടതുകൊണ്ടാണ് അല്ലേ. അപ്പോഴാണ് അപ്പൻ മൗനവ്രതവും സത്യാഗ്രഹവും തുടങ്ങിയത്. ഇനി അടുത്തത്, മലയാള സാഹിത്യത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം ജി ശങ്കരക്കുറുപ്പിന് ലഭിച്ചത് ഏത് കൃതിക്കാണ്? ഏതാണ്? ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കൃതിയാണ് ഓടക്കുഴൽ. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം.
16 കൃഷ്ണന്റെ കണ്ണുകളിൽ നിറയുന്നത് എന്താണെന്നാണ് ഉള്ളൂർ പറയുന്നത്? എന്താ? ഓപ്ഷൻ ബി അല്ലേ, കനിവാണല്ലേ. നാടകവുമായി ബന്ധപ്പെട്ട് ജി ശങ്കരപ്പിള്ളയ്ക്ക് നൽകുന്ന വിശേഷണം എന്താണ്? നാടകവുമായി ബന്ധപ്പെട്ട് ജി ശങ്കരപ്പിള്ളയ്ക്ക് നൽകുന്ന വിശേഷണം എന്താണ്? എന്താ? നാടകക്കളരിയുടെ പ്രയോക്താവ് എന്നുള്ള വിശേഷണമാണ് ജി ശങ്കരപ്പിള്ളയ്ക്ക് നൽകുന്നത്. വന്ന വഴിക്ക് തിരിച്ചു പോയിടുവാൻ വയ്യല്ലോ ദേവനു പണ്ടും, ഈ വരികൾ സൂചിപ്പിക്കുന്ന ഭാവം എന്താണ്? എന്താണ്? നിസ്സഹായത അല്ലേ. അന്തിത്തിരി എന്ന് പറയുന്ന കവിതയിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നിസ്സഹായതയാണ് അല്ലേ. അവരുടെ മുഖത്ത് ദൈന്യം പടരുന്നു, കണ്ണുകളിൽ നീറ്റുകക്കകൾ പുകയുന്നു. ആരുടെ അവസ്ഥയാണ് ഇവിടെ ലേഖകൻ വിശദീകരിക്കുന്നത്? ആരുടെയാണ്? മനോജിൻ്റെ അമ്മയുടേത് അല്ലേ. നമുക്കിതൊക്കെ കഥ വായിക്കുമ്പോൾ അറിയാവുന്ന കാര്യങ്ങളാണ്. കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന ലേഖനത്തിന് ഏറ്റവും നല്ല വിശേഷണം ഏതാണ്? കണ്ണാന്തളിപ്പൂക്കളുടെ കാലം എന്ന ലേഖനത്തിനുള്ള ഏറ്റവും നല്ല വിശേഷണമാണ് ചോദിച്ചിരിക്കുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഏതാണ്? നഷ്ടബോധത്തിൻ്റെ സങ്കീർത്തനം അല്ലേ. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണല്ലോ. അതായത് നമ്മൾ ആദ്യത്തെ 1 തൊട്ട് 20 വരെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇതെന്താണ്? MCQ ടൈപ്പ് ചോദ്യമാണ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് വരുന്നത്. ഓപ്ഷൻ ഉണ്ടാവും, 4 ഓപ്ഷൻ ഉണ്ടാവും. ശരിയായ ഉത്തരം നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കറക്റ്റായിട്ട് വായിച്ച് അതെന്താണ് ചോദിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ആൻസർ എഴുതി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശരിയാക്കി തന്നെ എന്താ 20 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. മനസ്സിലായോ? പോയിട്ട് ഇനി എത്ര മാർക്ക് വേണം പാസ്സാകാനായിട്ട്? ഒരു 6 മാർക്ക് കൂടെ പോരെ, ഈസി ആയിട്ട് കിട്ടത്തില്ലേ? പിന്നെന്താ? ഇപ്പോൾ ഇവിടെ സംശയം നിങ്ങൾക്ക് വരും, മിസ് 26 മാർക്ക് വാങ്ങിച്ച് പാസ്സാകുമെന്ന് ചോദിക്കും. അങ്ങനെയല്ല, നമുക്ക് 33 മാർക്കാണ് പാസ് മാർക്ക് വേണ്ടത്. പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 26 മാർക്ക് നമുക്ക് തിയറിയിൽ നമ്മൾ എഴുതി വാങ്ങിക്കുക, പ്ലസ് നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ മാർക്കാണ് കേട്ടോ. ബാക്കി 7 മാർക്കാണ് അസൈൻമെൻറ്റിൻ്റെ കൂട്ടുന്നത്. 7 മാർക്ക് കൂട്ടുക എന്നല്ല, ഞാൻ പാസ്സാകുന്നതിന് ബേസ് ചെയ്തിട്ട് വരാം. അങ്ങനെ 33 നമുക്ക് മാർക്ക് കിട്ടുക. ഇപ്പോൾ എന്തായാലും 7 മാർക്കൊന്നുമില്ല, അസൈൻമെൻറ്റും പ്രൊജക്റ്റിനൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്കുണ്ടല്ലോ അല്ലേ. 18, 19, 20 ഒക്കെ കിട്ടിയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ എന്തായാലും 26 മാർക്ക് നിങ്ങൾ തിയറി പരീക്ഷയ്ക്ക് എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ 33 അല്ലാതെ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നല്ല രീതിയിൽ 26 ഒന്നും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് പാസ് എന്നുള്ള രീതിയിൽ ആരും നോക്കിയിരിക്കേണ്ട, നിങ്ങൾക്ക് നല്ലൊരു മാർക്കാണ് വാങ്ങിക്കേണ്ടത്. അപ്പോൾ ആ ഒരു രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും എന്തായാലും. കാരണം അതിനനുസരിച്ചുള്ളൊരു സിലബസും കാര്യങ്ങളൊക്കെ നമ്മുടെ NIVSന് അത്രയും കട്ടിയായിട്ടുള്ള സിലബസ് ഒന്നും നിങ്ങൾക്കില്ല. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസേ എക്സാമിന് വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണല്ലോ. ബാക്കിയുള്ളത് നമുക്ക് അടുത്ത പാർട്ടിലായിട്ട് അല്ലെങ്കിൽ പാർട്ട് 2 ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. നന്നായിട്ട് പഠിക്കുക. നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ നിർത്തുന്നു. NIVSനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്